Which one of the following is not an economic benefit of cooperation? Options are A more equitable distribution of wealth, B, stabilization of employment, C, to create experts, and D, to bring an end to monopolistic tendencies. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടു ക്രിയേറ്റ് എക്സ്പേർട്സ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോർപ്പറേഷന്റെ എക്കണോമിക് ബെനിഫിറ്റ് അല്ലാത്തത് എന്നാണ്. നോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ അണ്ടർലൈൻ ചെയ്തോണം. കാര്യം തെറ്റിച്ച് നോട്ട് ഇവിടെ വരുമ്പോൾ എസ് ആവരുത്. ഓക്കെ, അപ്പം നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കോർപ്പറേഷന് 3 രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ട് കോർപ്പറേഷന്. ഏതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻസ്? എക്കണോമിക് ബെനിഫിറ്റ്, സോഷ്യൽ ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ നോക്കൂ, എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എക്കണോമിക് മീൻസ് എന്താണ്? സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീതിയുക്തമായിട്ട് സമ്പത്ത് എന്ത് ചെയ്യുക, വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു എക്കണോമിക് ബെനിഫിറ്റിൽ പെടുന്നതാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, ജോലിയിലുള്ള സ്ഥിരത, അതും എന്താണ്? സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മണി റിലേറ്റഡ് അല്ലേ? ജോലി ഉണ്ടായാലല്ലേ പൈസയുള്ളൂ. പിന്നെ ലാസ്റ്റ് വരുന്ന ഡി ഓപ്ഷൻ എന്താണ്? ടു ക്രിയേറ്റ് ആൻ എൻഡ് ടു മോണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്, കുത്തക എന്നുള്ളൊരു പ്രവണത ഇല്ലാതാക്കുക, അതും എന്താണ്? എക്കണോമിക് ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ എക്കണോമിക് ബെനിഫിറ്റ് അല്ലാത്തത് ടു ക്രിയേറ്റ് എക്സ്പേർട്സ്. പിന്നെ മറ്റ് എക്കണോമിക് ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻസെന്റീവ് ഇൻ ബിസിനസ് ബൈ ദാറ്റ് ഓഫ് സർവീസ് ടു ദ കമ്മ്യൂണിറ്റി. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഈ പ്രോഫിറ്റ് ഇൻസെന്റീവ് അല്ല നമ്മുടെ ലക്ഷ്യം. കോർപ്പറേഷന്റെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നല്ല, എന്താണ്? കമ്മ്യൂണിറ്റിക്ക് സേവനം കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. സർവീസ് മോട്ടീവ്, അത് ഏത് ബെനിഫിറ്റിൽ പെടുന്നതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എക്കണോമിക് ബെനിഫിറ്റ്. പിന്നെ വരുന്നത് ദ മോർ ആക്യുറേറ്റ് കോറിലേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡും സപ്ലൈയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വരുന്നത് എന്താണ്? എക്കണോമിക് ബെനിഫിറ്റിലാണ്. പിന്നെ ജനറൽ ഇംപ്രൂവ്മെന്റ് ഇൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതും എക്കണോമിക് ബെനിഫിറ്റിൽ പെടുന്നതാണ്.